അപ്പോൾ പൊന്നാര ചങ്ങായിമാരെ മണ്ടി വന്നോളിട്ടോ. ഈ മീൻ ഉണ്ടാക്കണ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ. ഇത് നമുക്ക് തോട്ടുനിന്ന് നമ്മൾ തൊട്ടടുത്തത്തെ തോട്ടുനിന്ന് നമ്മളെ കെട്ടിയവനും ആങ്ങളെയും കൂടി പോയി പൊടിച്ചു കൊടുക്കുന്നതാണ്. കാണാൻ വല്ല ചൊറുക്കൊന്നുമില്ലെങ്കിലും തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ അത്ര ചൊറുക്കൊന്നും തോന്നണില്ല, പക്ഷെ തിന്നിട്ടുണ്ടല്ലോ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ 3-4 മീനിനെയും പൊടിച്ച് പാത്രത്തിൽ പൊടിച്ചിട്ടിട്ട് ഇത് കാണിച്ചു തരാൻ നിൽക്കുക കേട്ടോ. ഈ കൈ കണ്ടാൽ അറിയില്ല ഇതിൻ്റെ കുക്കിങ്ങും നന്നാക്കലൊന്നും നമ്മളല്ലാന്ന്. ഇത് നമ്മളെ കെട്ടിയവനാട്ടോ. കെട്ടിയവനോട് പറഞ്ഞാൽ നമുക്ക് ഇജാതി മീനെ കണ്ടേ പരിചയമുള്ളൂ, നന്നാക്കിയിട്ടും ഇതാക്കിയിട്ടും നമുക്ക് പരിചയമില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് കൂടി തരുമോ എന്ന് ചോദിച്ച്. അപ്പോൾ കെട്ടിയവൻ അപ്പം തന്നെ പറഞ്ഞു, ഇത് ഞാൻ എപ്പോഴേ ഉറപ്പിച്ചത്, അത് നമ്മളെ തലയിലാകും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നന്നാക്കി വെടുപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിനെങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഇത് വൈദ്യുതി പോവുകയാണേ, താളി കയ്യുമായ പോലെ. അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടി ഞാൻ എന്താ കാട്ടേണ്ടതെന്ന് ആലോചിക്കണ്ട. ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് നന്നാക്കുക. അതിപ്പോൾ നമുക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല അതിനിപ്പോൾ ഈ പണിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ നല്ല അവിടെ അങ്ങോട്ടും എന്താ അതിൻ്റെ മുള്ള് കുത്തിയിട്ടേ നല്ല വേദനയൊക്കെ ഉണ്ടായിന്. ഇതാക്കണേ അതിൻ്റെ കുട്ടികളും മക്കളും കെട്ടിയവനും ഒക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ അത് കണകുണ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെളുക്ക കളയുമ്പോൾ അതിൻ്റെ ആ ചൊറുക്കില്ലാത്ത മീനെ ഒന്ന് വെളുപ്പിച്ചെടുക്കുമ്പോൾ അതിന് വെളുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാക്കണം ഇതിൽ ചെളുക്ക. എന്താ നിങ്ങളൊക്കെ പറയാം, നമ്മുടെ നാട്ടിൽ ചെളുക്കാന്നൊക്കെ കേട്ടോ പറയാം. നിങ്ങളൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ പറയണ നമ്മൾ പറഞ്ഞുതരാം. പാവം ആ മീനിനെ പൊടിച്ചുകൊണ്ട് അത്ര ചൊറുക്കാക്കി വെച്ചിരിക്കണം. ഏതായാലും 2 സൈഡും എന്നിട്ട് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. നല്ല 1.5 മീനാട്ടോ അവർ പൊടിച്ചത്. അപ്പോൾ ആങ്ങള മുക്കുവൻ്റിലേറെ ഉസാറാണ് മീൻ പിടിക്കാൻ, നല്ല അടിപൊളിയായിട്ട് മീൻ പിടിക്കും. അങ്ങനെ ഇതാക്കണം. ഇതിൻ്റെ ഉള്ളിലത്തെ വേണ്ടാത്ത സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട്, ഇത് പുറത്തേക്ക് ഇടുമ്പോൾ തന്നെ തുടങ്ങുമ്മ ഇതൊക്കെ കളയാ നിങ്ങൾ വെച്ചു. വേസ്റ്റാ പറഞ്ഞ അമ്മക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കഷ്ണാക്ക്. അതിൻ്റെ ഒരു രസം നോക്കി നിങ്ങൾ, തിന്നിട്ടും വെച്ചിട്ടുമില്ല. അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ രസമായി കണ്ടോ. അപ്പം എന്താ പുറമെ കറുപ്പ് കാണുമ്പോൾ ഉള്ളിൽ വെളുപ്പല്ല എന്നാരും ചിന്തിക്കരുത് കേട്ടോ. അത് ഈ മീൻ തെളിയിച്ചു ഗൈസ്. ഞാൻ പുറത്ത് കണ്ടപ്പോൾ കരുതിന് അത്ര വലിയ രസമൊന്നുമില്ല കാണാൻ. നന്നാക്കി വെക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ, ഉഷാറായിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് ഭയങ്കര റിസ്ക് എടുക്കണം. ഞാൻ നോക്കി നിന്നിട്ട് തന്നെ എനിക്ക് ആ റിസ്ക് ആയിട്ട് എടുക്കാൻ പറ്റാതെ. അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൻ്റെ സംഭവങ്ങൾ ഉണ്ടോ. കണ്ടിട്ട് തന്നെ ഞമ്മക്ക് തോട്ടിലെ മീൻ ആവശ്യമുള്ളവർ താഴെ കമൻ്റ് ഇടുക കേട്ടോ. തോട്ട് മീൻ ആവശ്യമുള്ളവർ കമൻ്റ് ഇട്ടാൽ നമ്മൾ കിട്ടിയെങ്കിൽ തരണ്ട്. ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല, എന്നാൽ നിങ്ങൾക്ക് കിട്ടിയേക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാക്കണം കണ്ടോ. ചെറുതുമുണ്ട് വലുതുമുണ്ട് ഒടുക്കത്തുമുണ്ട് നടുക്കത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഏകദേശം നന്നാക്കി ഒരു ചട്ടിയൊക്കെ വെച്ച് ഓരോ കൂടെ കാട്ടിയത് ഞാൻ പറഞ്ഞും കുഴങ്ങും നിങ്ങൾ കണ്ടും കുഴങ്ങും പറഞ്ഞാൽ കുറച്ച് ചട്ടി വെച്ചിട്ട് കടുകും എന്തൊക്കെ പൊട്ടിക്കാൻ കേട്ടോ. കടുക് നന്നായിട്ട് എണ്ണ തിളച്ച് വരുമ്പോൾ കടുക് ഉലുവ ഒക്കെ പൊട്ടിക്കുക. അപ്പോൾ പുഴമീൻ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന വിധം. ചിലതിന് പൊട്ടാൻ നല്ല ഉഷാറുണ്ട്, ചിലത് പൊട്ടൂല. അങ്ങനെയാണ്. പിന്നെ അതിലേക്കുള്ള ചേരുവകൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുവൈക്കാരം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊക്കെ നമ്മൾ ചതക്കി പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞ് ഇട്ടതാണ് കേട്ടോ. എന്നിട്ട് അതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, വഴറ്റിയെടുക്കണം. നമ്മളെന്താ പറയുക, അതിലിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. നമ്മളെ ഭാഷയിൽ പറയണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് മനസ്സിലായില്ല നിങ്ങൾക്ക്. കടുക് ഉലുവ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. എന്നിട്ട് ഇതാക്കുക നല്ല ചൊറുക്കാക്കി വെച്ചിട്ട് കേക്ക് എന്നാക്കിക്കണം. ഇപ്പോൾ കേൾക്കാതെ അരിഞ്ഞേക്കാൻ ഞങ്ങൾ ഇട്ടണമെന്ന് പറയാൻ നിൽക്കണം കേട്ടോ. ഒക്കെ പാട് വീഡിയോ എടുക്കാൻ നമുക്ക് നേരമല്ല. അപ്പോൾ കുടമ്പുള്ളി കേക്ക് എന്നാക്കി കുറച്ച് വെള്ളത്തിൽ ഇട്ടേച്ച് അത് അതിലേക്ക് ഒഴിച്ചിട്ടോ. എന്താ പറയുക, എന്നിട്ട് ഒന്നും കൂടി വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനിയാണ് മക്കളെ കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഉപ്പ് ഒക്കെ കൂടി ഇട്ട് കൊടുക്കണം. ഇടണമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊരു മയമായിട്ടൊക്കെ തോന്നും.
മഴ, ഇനി മഴ എന്ന് പറയാൻ നിൽക്കണ്ട. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ തിളച്ച് വരുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മളെ മൂക്കിക്ക് ഇങ്ങനെ തറക്കും. അപ്പം നമ്മൾ അയലക്കാരൊക്കെ ഇവളോട് ഒന്ന് വേറെന്തോ പുഴമീനടി ചോദിച്ചു. അതിൻ്റെ മണം വന്നിട്ടേ അപ്പോൾ എന്താ പറയുക, അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ചുറുക്കാക്കി വെച്ച മീനുകളെയൊക്കെ ഇങ്ങനെ പൊറുക്കിയിട്ട് അതിലിടുക കേട്ടോ. അയവ നല്ല അടിപൊളി അലാക്കിലെ കഷ്ണങ്ങളാണ് കണ്ടോ. 5 വയസ്സല്ലാതെ നമ്മളെ ബ്രദർ നമുക്ക് തന്നതാണ്. താങ്ക് യു. അല്ലേ ഫോണിക്ക് പൈസ കൊടുക്കാൻ നിൽക്കുക. പക്ഷെ നിങ്ങളെ ആവശ്യക്കാർ പറയണം കേട്ടോ, നിങ്ങൾക്ക് പൈസക്ക് തരുള്ളൂ, നമ്മളുടെ നിങ്ങൾ നോക്കണ്ട. എന്തൊക്കെയപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്നറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കണം. ആദ്യം നമുക്ക് വിചാരിച്ചു ഇതിലെന്താ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതൊന്നും പിടിക്കാത്ത പോലെ എന്നൊക്കെ വിചാരിക്കും ഫസ്റ്റ് കാണുമ്പോൾ. അതെന്താ ഇട്ട പാടനൊന്നും പിടിക്കൂലല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചേ പിന്നെ ഞങ്ങളിപ്പോൾ മീൻകറി ആദ്യമായിട്ട് വെക്കുകയല്ലേ അങ്ങനെയൊന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയും കണ്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മീനിൻ്റെ അവസ്ഥ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണ, ഇങ്ങനെ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. അതിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കുറച്ച് ചോറ് ഇട്ടാൽ തിന്നത്ര തന്നെ ഉള്ളൂ.